തൃശ്ശൂർ ടൗണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലെ പാർക്കിലോട്ട് വന്നപ്പോൾ അവിടെ കണ്ട ബോർഡാണിത്. ദ അടിപൊളി ബിരിയാണി ഇൻ തൃശ്ശൂർ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അതുപോലെ തന്നെ അറിയാനുണ്ട്. ഇന്ന് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് തൃശ്ശൂരിൽ ഒരു ആവശ്യത്തിനായിട്ട് വരേണ്ടിണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഉച്ചക്ക് പുറത്തുനിന്നാണ് കഴിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഫാമിലി ആയിട്ടാണ് വന്നത്, ഞാനും വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ പത്തൻസ് അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. വൈഫിന് അതായിരുന്നു ഇഷ്ടം. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ എനിക്ക് തോന്നി വെജിറ്റേറിയൻ കഴിക്കണ്ട, നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് തോന്നി. നോൺ വെജ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരാം പ്രത്യേകിച്ച് മലയാളീസിന് ബിരിയാണി ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ബിരിയാണി കഴിച്ചാലോ എന്ന് തോന്നി. ആദ്യം വൈഫ് സമ്മതിച്ചില്ല. വേണ്ട, നമുക്ക് വെജിറ്റേറിയൻ കഴിക്കാമെന്ന് പറഞ്ഞു. നല്ല ചിക്കൻ വറുത്തിട്ടുള്ള ബിരിയാണി കഴിച്ചാലോ എന്ന് ചോദിച്ചു. നല്ല ദം ബിരിയാണി. അങ്ങനെ വൈഫിനെ വിളിച്ചുകൊണ്ട് ഞാൻ ജയ പാലസിലോട്ട് പോന്നു. നല്ല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള തൃശ്ശൂരിലെ ഒരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഞാൻ അവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് മെനു കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ മെനു ഒന്നും നോക്കാൻ നിന്നില്ല, നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നേരെ സപ്ലയറോട് പറഞ്ഞു 2 ചിക്കൻ ബിരിയാണി പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടു. അധികം ഡിലേ ഒന്നും ആയില്ല. കാരണം റൈസൊന്നും തീരെ ചൂടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു ബൗൾസിലാണ് ഫുഡ് കൊണ്ടുവന്നത്. നമുക്ക് ഒരുപാട് ബിരിയാണി ഒന്നും കഴിക്കണമെന്നില്ല, പക്ഷെ കഴിക്കുന്നത് നല്ല ടേസ്റ്റിൽ കഴിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ഫുഡ് വന്നു. ഫുഡിൻ്റെ കൂടെ അച്ചാറുണ്ട്, പിന്നെ റൈത്ത ഉണ്ടായിരുന്നു, അതായത് കച്ചമ്പർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയുടെ കൂടെ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫുഡൊക്കെ വിളമ്പിയിട്ട് കഴിച്ചു. ഇതിലത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര ഹാർഡായിരുന്നു. പിന്നെ അതുപോലെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ബിരിയാണി നോർമൽ ബിരിയാണി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദം ബിരിയാണി അല്ല, ചോറും ചിക്കനും സെപ്പറേറ്റ് ആണ്. അതിപ്പോൾ തൃശ്ശൂർ ഒരുവിധം സ്ഥലത്തൊക്കെ അങ്ങനെയാണ്, അത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യണില്ല. തൃശ്ശൂർ കൂടുതലും ഈ ദമ്മില്ലാത്ത, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് കിട്ടുക, റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് വിഷയമല്ല, പക്ഷേ ചിക്കൻ ഭയങ്കര ഹാർഡ്. ഇപ്പം നമുക്കിപ്പോൾ എന്ത് കിട്ടിക്കഴിഞ്ഞാലും കഴിക്കും. എന്താ പറയുക, ഹാർഡ് ആണെങ്കിലും സോഫ്റ്റ് ആണെങ്കിലും നമ്മളെ കടിക്കാത്ത എന്തും നമ്മൾ കഴിക്കുന്നുള്ള സിറ്റുവേഷനാണ്. പക്ഷേ വൈഫ് അങ്ങനെയല്ല, ചിക്കൻ തീരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ കൂടെ കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ചിക്കനാണ് കൊടുക്കാറ്, റൈസും കുറച്ച് ചിക്കനും. പക്ഷേ അത് കൊടുത്തില്ല, കാരണം ഇത്രയും ഹാർഡായിട്ടുള്ള ചിക്കൻ കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സപ്ലയറെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ചിക്കൻ നല്ല ഹാർഡാണല്ലോ എന്ന്. അങ്ങനെ മൂപ്പര് പെട്ടെന്ന് തന്നെ കിച്ചണിലോട്ടൊക്കെ പോയിട്ട് അവിടെ കുറച്ച് നേരം സംസാരിക്കുന്നത് കേട്ടു. എന്നിട്ട് നേരെ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞ ചോദ്യം കേട്ടിട്ട് ഞാൻ ആകെ ഷോക്കായി. എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ കോഴിക്കോട്ടുകാരാണെന്ന്. ഞാൻ ചോദിച്ചു എന്താണ്, എന്താ ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ജസ്റ്റ് തോന്നി, കാരണം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് ബിരിയാണി അത്രേ, അതായത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉള്ള ബിരിയാണിയാണ്. അത് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടാണ് ഈ ഹാർഡെന്ന്. എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ മലപ്പുറത്തുള്ള ആളല്ല, തൃശ്ശൂരുള്ളതാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് പല സ്ഥലത്തുനിന്നും ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തതും. ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവാണ്ടിരിക്കുമോ, ക്രിസ്പ് ഉണ്ടാവും, പക്ഷേ ഇത്രയും ഹാർഡായിട്ടുള്ള ചിക്കൻ. അത് അവരോട് പറയുമ്പോൾ അവർ പറയണത് ഇവിടുത്തെ ബിരിയാണി ഇങ്ങനെയാണ്, തൃശ്ശൂരത്തെ ബിരിയാണി ഇങ്ങനെയാണ്, അത് കോഴിക്കോട്ടുകാർ വന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടാവില്ല. അത് ഓക്കെ, പക്ഷേ എല്ലാവർക്കും തൃശ്ശൂർ അങ്ങനെയാണോ? ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എത്രയോ കോഴിക്കോട് തന്നെ ഉണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി, അവിടെ ഇങ്ങനെ തന്നെയാണോ? ഞാൻ പറഞ്ഞു ചിക്കൻ ഹാർഡാണ്, കഴിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇങ്ങനെയാണോ പറയണത്, നിങ്ങൾ കോഴിക്കോട്ടുകാരാണോ ചോദിക്കുന്നത്? വളരെ എന്താ പറയുക, നമ്മൾ ആ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിരിയാണിക്ക് 190 ആണ്. അത് 2 പേര് കഴിച്ചു കഴിഞ്ഞപ്പോൾ GST അടക്കം 400. ഇപ്പം ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ബിരിയാണി കഴിച്ചിട്ട് വളരെ കുറവേ ഉള്ളൊരു ബൗൾസിൽ നമുക്ക് നല്ലൊരു വിശപ്പുള്ള ഒരാളാണെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ റൈസ് വാങ്ങേണ്ടി വരും. അപ്പോൾ എനിക്ക് തൃശ്ശൂരുകാരോട് ചോദിക്കാനുള്ളത്, ഈ ബിരിയാണി ജയ പാലസിൽ ഈ ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം പലർക്കും പല ടേസ്റ്റാണ്. എനിക്കെന്താ ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നിയത് ചിക്കന്. പിന്നെ അതുപോലെ റൈസും ആണെങ്കിലും റൈസ് ഓക്കെയാണ്, അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ സെപ്പറേറ്റ് ദമ്മല്ലാത്തത് കൊണ്ടുള്ള ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ ദമ്മാണോ സെപ്പറേറ്റ് ആണോ നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും വളരെ കുറവ് റൈസ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കഴിക്കാനുള്ള റൈസ്. വിശപ്പുള്ള ഒരാൾക്ക് കംപ്ലീറ്റ് കഴിക്കാനുള്ള റൈസ് ഇല്ല. 190 റുപ്പീസ് കൊടുക്കണം. അത്രയും റേറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ടൗണിലാണെങ്കിലും 160ലും അതുപോലെ 170ലൊക്കെ ബിരിയാണി കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ഡേ ആയിരുന്നു ഇന്ന്. പിന്നെ അതുപോലെ അതിൽ എഗ്ഗ് ഉണ്ടായിരുന്നു, അതാണ് കുട്ടിക്ക് കൊടുത്തത്. സംഭവം അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉള്ള ഹോട്ടലാണ്, അതായത് AC ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഹൈജീനിക് ആയിരുന്നു. പിന്നെ അത്യാവശ്യം വലിയ ഹോട്ടലാണ്, സിറ്റിയാണ്, റേറ്റൊക്കെ കൂടുന്ന അറിയാം. എങ്കിലും ഫുഡ് ഒരു ആവറേജ് ഫുഡ്. പിന്നെ അതുപോലെ ചിക്കൻ, അതാണ് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവാൻ കാരണം. പ്രത്യേകിച്ച് വൈഫ് ഇന്ന് വെജിറ്റബിൾ കഴിക്കാം, വെജിറ്റബിളായിട്ട് സദ്യ പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. അപ്പം ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് ഭയങ്കര മോശമായി പോയി ഫുഡ്. പിന്നെ പോകാൻ നേരത്ത് പാർക്കിലോട്ട് പോയപ്പോൾ ഈ ബോർഡും കൂടി കണ്ടപ്പോൾ എൻ്റെ പൊന്നോ,
ദ ബെസ്റ്റ് ബിരിയാണി ഇൻ തൃശ്ശൂർ. അത് നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്? ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം. എന്തായാലും ഉച്ചക്കലത്തെ ഫുഡ് മോശമായി പോയി. അപ്പോൾ വരുന്ന വഴിക്ക് കാഞ്ഞാണി എത്തുന്നതിനേക്കാൾ മുമ്പായിട്ട് വേറൊരു സ്പോട്ടുണ്ട്. എന്തായാലും ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല അടിപൊളി ക്രിസ്പായിട്ടുള്ള നല്ല ഉള്ളിവട കിട്ടും. ഭയങ്കര ഫേമസ് ആണ്. ഫേമസ് മീൻസ് ഇവിടെ വരുന്നവരെല്ലാവരും കൂടുതലും 10ൽ 8 ആൾക്കാരും ഉള്ളിവടയാണ് കൂടുതൽ കഴിക്കുക എനിക്ക് തോന്നുന്നത്. കാരണം വരുന്നവരൊക്കെ ഉള്ളിവട ആണ് കഴിക്കണത്. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരു വട്ടം വന്ന് കഴിച്ചതാണ്. ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് വരുന്നത്. അപ്പോൾ അവിടെ നേരെ കയറിയിട്ട് ഉള്ളിവടയും ചായയും മേടിച്ചു. നല്ല ക്രിസ്പായിട്ടുള്ള എന്താ പറയുക, ഇപ്പോഴും കുറേ കാലമായിട്ടുണ്ട് ഇതുപോലത്തെ ഉള്ളിവട കഴിച്ചിട്ട്. എന്താ പറയുക, പണ്ടൊക്കെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാവും ചായയും ഉള്ളിവടയൊക്കെ. പണ്ടായിരുന്നു അങ്ങനെ കിട്ടിയിരുന്നത്. നല്ല ഉള്ളിയൊക്കെ ആയിട്ട് നല്ല കടിക്കുമ്പോൾ പുറത്താണെങ്കിൽ ക്രിസ്പും ഉള്ളിയാണെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള നല്ല ഉള്ളിവട. അപ്പോൾ അതവിടെ വന്നിട്ട് വാങ്ങി ഞങ്ങൾ കഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ചായയും ഉള്ളിവടയും കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സ്പോട്ടാണ്. തൃശ്ശൂരുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്യണം. കാഞ്ഞാണി എത്രയിരിക്കാൻ മുമ്പായിട്ട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ തൃശ്ശൂരുള്ളവരൊക്കെ ഒന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഏരിയയിലൊക്കെ ഉള്ളവർ വന്നിട്ടൊന്ന് കഴിച്ച് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. ചായ ആണെങ്കിലും ഉള്ളിവട ആണെങ്കിലും നല്ല അടിപൊളിയാണ്. പിന്നെ 10 റുപ്പീസേ ഉള്ളൂ. ഇപ്പോൾ പലയിടത്തും ചായക്കും കടിക്കൊക്കെ 12 ഉണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.